ആരോട് പ്രാർത്ഥിച്ചാലും ശരി അതെല്ലാം ഉയർത്തുകമായിരുന്നു. ഞാനോട് വെച്ച സൂത്രഭാഗത്തിന് പതിമൂന്ന് പതിനാല് വിധങ്ങൾ അതാണ് പരിചയപ്പെടുത്തിയത്. അല്ലാഹു തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ അധീനപ്പെടുത്തിയിരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എല്ലാം നിശ്ചയിക്കപ്പെട്ട അവധിവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബുക്കും അവനാകുന്നു നിങ്ങൾ റബ്ബായ രക്ഷിതാവായ സാക്ഷാൽ ആരാധ്യൻ ശരിയായ ഇലാഹ്, അർഹനായ ഇലാഹ് അവൻ മാത്രമാകുന്നു. അതുകൊണ്ട് അവനാൽ സർവാധികാരവും. എന്നിട്ട് അല്ലാഹു തആല പ്രത്യേകം പരിചയപ്പെടുത്തി അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി കാരക്കുരുവിന്റെ പാടമാനും അവരാരും ഉടമയാക്കുന്നില്ല. റഹ്മാനായ റബ്ബിന് പുറമെ ആരോട് ദുആ ചെയ്യാനും ആരോട് പ്രാർത്ഥിച്ചാലും അത് നബിയാകട്ടെ, അത് വലിയാകട്ടെ, അത് മലക്കാകട്ടെ, അത് ജിന്നാകട്ടെ, അത് മനസ്സാകട്ടെ, അത് കല്ലാകട്ടെ, മരമാകട്ടെ, പുഷ്പങ്ങളോ പുണ്യവൃക്ഷങ്ങളോ പുണ്യസ്ഥലങ്ങളോ ജാലങ്ങളോ ദർഗകളോ ഏതാണെങ്കിലും ശരി അവന് പുറമെ നിങ്ങൾ ആരോടും നാം ദുആ ചെയ്യുന്നുവോ ആരോടും നാം പ്രാർത്ഥിക്കുന്നുവോ അവരൊക്കെ തന്നെയും കാരക്കയുടെ കുരുവിന് നീളയുള്ള ഒരു ചെറിയ നേരിയ ഒരു പാടയുണ്ടല്ലോ, ആ പാട പോലും ഒരു നബിയും ഉടമയാക്കുന്നില്ല, ഒരു വഴിയും ഉടമയാക്കുന്നില്ല, ഒരു മലക്കും ഉടമയാക്കുന്നില്ല, ഒരു ജിന്നും ഉടമയാക്കുന്നില്ല, ഒരു മനുഷ്യനും ഉടമയാക്കുന്നില്ല, ഒരു സൃഷ്ടിയും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല, പ്രാർത്ഥന കേൾക്കുകയില്ല. ഇത് കേട്ടുവെന്ന് വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. റഹ്മാനായ റബ്ബിന് പുറമെ ആരോട് തേടിയാലും അവർക്കെല്ലാം ഈ ആയത്ത് ബാധകമാണ്. മനുഷ്യനിയമങ്ങളായി രംഗത്ത് വരുന്ന മാതാമയും സായിബാബയും അടക്കമുള്ള പലരും നമ്മുടെ നാടുകളിൽ ഇന്ന് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരോട് നമുക്ക് ഒരാളുള്ള വചനം ഒന്നാമതായ ഈ വചനം തന്നെയാണ്. അത് നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കയില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യുകയില്ല. എന്തുകൊണ്ടില്ല? കാരക്കുരുവിന്റെ പാടപോലും അമ്മയ്ക്കില്ല, ബാബയ്ക്കില്ല, ബീവിക്കില്ല, ഉമ്മയ്ക്കില്ല, ഒരു സൃഷ്ടിക്കുമില്ല, ഒരു ശക്തിക്കുമില്ല. ഏത് വലിയ മഹാനാണെങ്കിലും ഭീമാപ്പള്ളി ശൈഖാണെങ്കിലും പുത്തമ്പള്ളി ശൈഖാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും സയ്യിദ് മകന് ഉള്ളാത്തങ്ങളാണെങ്കിലും അവർ നിന്നോട്ട് പേരറിയുന്നതിനറിയാത്തതുമായ നാടിനോട് ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന സഹായങ്ങൾക്കായി അർപ്പിക്കപ്പെടുന്ന നേർച്ചയും വഴിപാടുകളും സമർപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കായ ജാലങ്ങളും ദർഗകളും സിദ്ധന്മാരും തങ്ങന്മാരും ബീവിമാരും ഹോജന്മാരും ശൈഖന്മാരും മുസ്ലിയാക്കന്മാരും ജിന്നുകളും മലക്കുകളും അടക്കമുള്ള റഹ്മാനായ റബ്ബിന്റെ ശക്തിയിൽപ്പെട്ട ഏത് ശക്തിയാണെങ്കിലും ശരി അവരൊക്കെ തന്നെയും കാരക്കുരുവിന്റെ പാടമാനും അവരാരും ഉടമയാക്കുന്നില്ല. അതിനാൽ തേടിയാൽ ആ തേട്ടം കേൾക്കാൻ അവർക്കാവില്ല, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം നൽകുവാനും അവർക്കാവില്ല. എന്ന് മാത്രമല്ല അന്തരാളിൽ ഖിയാമത്താളിൽ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഏതാണ് ശിർക്ക്? ഇൻതദഊഹും എന്ന് പറഞ്ഞ ദുആ, ആ ദുആ എന്ന് പറഞ്ഞ ദുആ, ആ ദുആയാണ് ശിർക്ക് എന്ന് പരിചയപ്പെടുത്തിയത്. ഏതാണ് ആ ദുആ? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ, നിങ്ങൾ അവരോട് സഹായമെത്തിച്ചാൽ, നിങ്ങൾ അവരോട് സഹായത്തിനായി തേടിയാൽ
എന്നാണ് ഇൻതലൂഹും എന്ന ആ ദുആഇന്റെ ആശയമെന്ന് നാം ഖുർആനിൽ തന്റെ തഫ്സീർ ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചു. അഥവാ ആ സഹായാർത്ഥന ദുആആകുന്ന പ്രാർത്ഥനയാകുന്ന സഹായാർത്ഥന അത് അഭൗതിക മാർഗത്തിലുള്ള തേട്ടങ്ങളിൽ, അനശ്യ മാർഗത്തിലുള്ള തേട്ടങ്ങളിൽ, കാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടങ്ങൾ, അതിനെയാണല്ലോ പ്രമാണങ്ങൾ പ്രാർത്ഥനയായി പരിചയപ്പെടുത്തിയത്. പരസ്പരമുള്ള സഹായങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സഹകരിക്കുന്ന സഹകരണങ്ങളെ, പണത്തിന് പ്രയാസപ്പെടുന്നവൻ അയൽവാസിയെ ചെന്ന് കണ്ട് പണം വായ്പയായി ആവശ്യപ്പെടുമ്പോഴും, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ ഡോക്ടറെ ചെന്ന് കണ്ട് രോഗസമയത്തിന് ആവശ്യമായ ചികിത്സ നേടുമ്പോഴും അതുപോലെയുള്ള ദൈനംദിന കാര്യങ്ങൾക്കായി പരസ്പരം നാം നിർവഹിക്കുന്ന സഹായാർത്ഥനകളെ, സഹായ ചോദ്യങ്ങളെ ദുആഇൽ നിന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല, ഖുർആൻ പരാമർശിച്ചിട്ടില്ല, ഹദീസിൽ പരാമർശിച്ചിട്ടില്ല. ലോകത്ത് വന്ന അമ്പിയാക്കാരുണ്ടെന്ന് ആ നിലയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുമില്ല. എങ്കിൽ പിന്നെ ഏതുകയാണ് ദുആ എന്ന് പറഞ്ഞത്? അതാണ് ആദരഘട്ടങ്ങളിൽ നിങ്ങൾ നിർവഹിക്കുന്ന ഇസ്തിഗാസകൾ എന്ന് തഫ്സീർ ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചത്. അത് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞ ആ സഹായാർത്ഥന ഈ പ്രാർത്ഥനയാണ് എന്ന് തർക്കമില്ലാത്തതിനും ലോകത്ത് അംഗീകരിക്കപ്പെട്ട വിഷയമാണ്. കോഴിക്കോട് കാലുവാഴുന്ന സയ്യിദ് ശിഹാബുദ്ദീൻ ഇന്ദിച്ചുകോയ തങ്ങൾ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ പരിഭാഷയിൽ ഈ ആയത്തിന് പരിഭാഷ രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രത്യേകമായി അടിക്കുറിപ്പ് നൽകുകയും ഇവിടെ സഹായം തേടുകയെന്നാൽ പ്രാർത്ഥനയാണ് ഉദ്ദേശം. ആ പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ അഥവാ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും എന്ന് കോഴിക്കോട് കാലുവാഴുന്ന സയ്യിദ് ശിഹാബുദ്ദീൻ ഇന്ദിച്ചുകോയ തങ്ങൾ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ രേഖപ്പെടുത്തി വെച്ചതെങ്കിൽ അത് തർക്കമില്ലാത്ത വിധം എല്ലാവർക്കും ബോധ്യമായാണ് ആ പ്രാർത്ഥന എന്താകുന്നത്. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിന് കടന്നു വന്ന സൂഫിസവും തുറക്കത്തുമെല്ലാം മനുഷ്യരെ മെല്ലെ വെളിനാടിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമീങ്ങളെ കൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമായ ആശയങ്ങളെ, വിശ്വാസങ്ങളെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അത് തങ്ങൾ 114 മുമ്പ് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, അത് ലാ തഖൂമു സ്സാഅ അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തില് ചില ഖബീറുകൾ, എന്റെ ഉമ്മത്തില് ചില വിഭാഗങ്ങൾ, എന്റെ ഉമ്മത്തില് ചില ഗോത്രങ്ങൾ ബഹുദൈവാരാധകന്മാരോട് ചേർന്നിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല. ഏതാണ് ഈ ഉമ്മത്ത്? എന്ന് പറഞ്ഞ ആ ഉമ്മത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച മുസ്ലിങ്ങളായി വന്ന പ്രവാചക അനുയായികളായി മാറിയെന്ന് അവകാശപ്പെടുന്നവരാണ് ഇവിടെ ഉമ്മത്തി എന്ന പദങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ഉമ്മത്ത് ചേരും ആരോട്? മുസ്ലിക്കീനോട്. ഏതാ മുസ്ലിക്കീനോട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാത്തവർ, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവർ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവർ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലാത്ത, അംഗീകരിച്ചിട്ടില്ലാത്ത ബഹുദൈവാരാധകന്മാരുടെ വഴിയിലേക്ക് ചേർന്നിട്ട് ലോകം അവസാനിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അന്വേഷിക്കാം. ആരോടും ചോദിക്കാം, അതിന് ഹദീസുണ്ട്, പ്രവാചകർ അതിനെ പഠിപ്പിച്ചില്ലേ എന്ന് നമുക്ക് വിശ്വാസമുള്ള ആരോടും അന്വേഷിക്കാം. എങ്കിൽ പ്രവാചകന പ്രഖ്യാപനമാണ്, പ്രവാചക പ്രവചനമാണ് യഥാർത്ഥ പിന്നീട് മുസ്ലിം ലോകത്ത് നടപ്പായതായി സാക്ഷാത്കൃതമായതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. സൂഫികളെയും ത്വരീഖത്തിന്റെ ആളുകളെ തങ്ങളുടെ ശൈഖന്മാർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ തോട്ടങ്ങളും പാത്രങ്ങളും എവിടെയാണെങ്കിലും കേൾക്കാനും അറിയാനും ഇടപെടാനും സഹായിക്കാനുമെല്ലാമുള്ള സിദ്ധികൾ, കഴിവുകൾ അവർക്കുണ്ട് എന്ന് ഊർജത്തിന്റെയും കലാമത്തിന്റെയും മറവിൽ അവരെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ആ മഹാന്മാരെ തേടുന്ന, ആ മഹാന്മാരെ സഹായമർപ്പിക്കുന്ന, മഹാന്മാരെ പ്രാർത്ഥിക്കുന്ന ലെവലിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോവുകയും
ചെയ്യുന്ന നമ്മൾ പിന്നീട് കണ്ടത്. അങ്ങനെയാണ് ലോകത്ത് സഹാബത്തിനേക്കാളും താബിഈകളെക്കാളും തബൂത്താബികളെക്കാളുമെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ മുഹീദ്ദീൻ ശൈഖും റിഫാഈ ശൈഖും എന്ന രണ്ട് മഹാപണ്ഡിതന്മാർക്ക് സ്ഥാനമുണ്ടായത്. സഹാബത്തിനേക്കാളും കഴിഞ്ഞ് 400ഓളം കൊല്ലങ്ങളിൽ ജീവിക്കുന്ന ഇറാഖിലെ ബഗ്ദാദിൽ ജീവാൻ ഉപയോഗിച്ച ബഗ്ദാദിൽ വളർന്ന ബഗ്ദാദിൽ മറപ്പെട്ട മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ജനിച്ചത് 470 അദ്ദേഹം ജനിച്ചത് 470 മരിച്ചത് 560 അല്ലെങ്കിൽ 561 എന്ന അഭിപ്രായമുണ്ട്. ആ ശൈഖ് ജീലാനി എങ്ങനെയാണ് മനുഷ്യന് വിശ്വാസിക മനസ്സിൽ ഇത്രയോ സ്ഥാനമുണ്ടായത്? സഹാബിമാരേക്കാൾ താബിഈകളെക്കാളേറെ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ബന്ധമുള്ളത് ആ ജീലാനിയോടാണല്ലോ. ജീലാനിയെ ഖുതുബിയത്തിൽ 1000 പ്രാവശ്യം വിളിക്കുന്നവർ, ജീലാനിയെ മാനപ്പാട്ടിലൂടെ അഭിസംബോധന ചെയ്യുന്നവർ, ജീലാനിയെ മുഹീദ്ദീൻ മാലയിലൂടെ അഭിസംബോധന ചെയ്യുന്നവർ. എന്നാൽ സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ ഒരു ഖുതുബി തമ്മിൽ കാണുന്നില്ല. ഉമർ പേരിൽ ഒരു ഖുതുബി തമ്മിൽ കാണുന്നില്ല. ഒരു ഖുതുബിയത്തോടെ 1000 പ്രാവശ്യം ഉമർ ഖത്താബിനെയോ ഉസ്മാൻ അഫ്ഫാനെയോ അലി റളി തആലയെയോ മറ്റു സ്വഹാബത്തിനെയോ വിളിക്കുന്ന പ്രവണത മുസ്ലിം സമുദായത്തിൽ കാണുന്നില്ല. എന്ത് സംഭവിച്ചു? എവിടെയാണ് മാറ്റമുണ്ടായത്? എവിടെയാണ് വിജയിച്ചത്? അത് സൂഫിയാണ് പ്രവർത്തിച്ചത്. അങ്ങനെ ആ വഴി പിൻവറ്റിക്കൊണ്ട് പിന്നീട് ഇങ്ങോട്ട് ധാരാളം ആളുകൾക്ക് അക്രമാർച്ചം എത്തിക്കുകയും അവയെല്ലാം മരിക്കുമ്പോൾ അവരുടെ കബറുകള് സിയാറത്തിന് കേന്ദ്രങ്ങളാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടുന്ന, ദുആ ചെയ്യപ്പെടുന്ന, ആരാധനകൾ അർപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തതാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയും അവസാനം വീടും അറിയാത്ത, അഡ്രസ്സില്ലാത്ത, ആരാണെന്നറിയാത്ത, ആരാണെന്ന് കൃത്യമായി നിലമില്ലാത്ത പല ആളുകളെയും പോയി പറയുകയുണ്ടായി. അങ്ങനെയാണ് ഭീമാപള്ളിയും ഒരു ഭീമാവുന്ന മുറിയത്തായി മഹതിയായി വാഴ്ത്തപ്പെട്ടത്. കൃത്യമായ ജീവിതചരിത്രം ആൾക്കാരില്ല. ജീവിതചരിത്രം എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ടെങ്കിലും പല പുസ്തകങ്ങളിലും പല രൂപങ്ങളിലാണ് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതോ നാട്ടിൽ നിന്ന് കടന്നു വന്നുവെന്നും അല്ലാഹുവിന്റെ റസൂല് മാപ്പ് കാണിച്ചു കൊടുത്ത്, ലോകം കാണിച്ചു കൊടുത്ത് ഈ പ്രദേശം പരിചയപ്പെടുത്തി കൊടുത്തുവെന്നും അങ്ങനെ അത് നോക്കി ഈ നാട്ടിലേക്ക് വന്നുവെന്നുമുള്ള ചില ഐതിഹ്യ കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടുവെന്നാണ്. മറ്റെന്താണ് അതിന് പിന്നിലുള്ളത്? ഇത് ഒരു വേള അങ്ങനെ കൃത്യമായ ചരിത്രമുണ്ടെങ്കിൽ പോലും അവരുടെ കബറുകളെ കെട്ടിയുയർത്തുവാനും ആ കബറുകളെ പ്രാർത്ഥിക്കപ്പെടുന്ന കേന്ദ്രങ്ങളായി മാറിനാലും അവരുടെ ചന്ദ്രക്കുടകളും മറുസകളും നിർവഹിക്കുവാനുമൊക്കെ ഏത് പ്രമാണമാണ് സഹോദരന്മാരെ നമുക്ക് പിൻബലമുള്ളത്? ഏത് പ്രമാണമാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്? തങ്ങളുടെ ജീവിതകാലത്ത് ആയിരക്കണക്കായ സഹാബിമാർ വഫാത്തായി. ഏത് സഹാബിക്ക അന്ന് ജാറമുണ്ടായത്? ഏത് സഹാബിക്ക അത് ദർഗയുണ്ടായത്? പ്രവാചകൻ വഫാത്താകുമ്പോഴും 1,13,000 സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം. ഏത് സഹാബിയാണ് പ്രവാചക ഖബറിനെ ദർഗയാക്കി മാറ്റിയത്? ഏത് താബിഈയാണ് ആ ഖബറിനെ ദർഗയാക്കി മാറ്റിയത്? ഉണ്ടായോ? ഒരിക്കലുമില്ലല്ലോ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 204 വഫാത്തായെങ്കിൽ ആ ഇമാം ഷാഫിയെ മറവ് ചെയ്ത അന്നത്തെ ആളുകൾ ആ ഖബറിനെ ധാരാളമാക്കി മാറ്റിയോ, ദർഗയാക്കി മാറ്റിയോ, കുബ്ബയുണ്ടാക്കിയോ? ഇല്ല, കാണാൻ സാധിക്കുന്നില്ല. പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 650 ആ ഖബറിന് മീതെ പിന്നെ ചില കുബ്ബയുണ്ടാക്കി എന്നല്ലാതെ മറവിമാടിയവർ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അന്ന് കുബ്ബയുണ്ടാക്കിയില്ല. കുബ്ബയുണ്ടാക്കിയപ്പോഴും ഷാഫി മദ്ഹബുകാരായ പണ്ഡിതന്മാർ വിമർശിച്ചുവെന്നല്ലേ, എതിർത്തുവെന്നല്ലേ ഷാഫി മദ്ഹബുകാരൻ കൂടിയായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫതാവൽ കുബറയിൽ രേഖപ്പെടുത്തി വെച്ചത് അത് جماعة من علماء الشافعية بهدم قبة الإمام الشافعي. ഇമാം ഷാഫിയുടെ ഖുബ്ബ പൊളിച്ചു നീക്കണമെന്ന്, പൊളിച്ചു മാറ്റണമെന്ന് ഷാഫി മദ്ഹബിന് ജമാഅത്ത് മിൻ ഉലമാഇ ഷാഫിഇയ്യ, ഷാഫി മദ്ഹബിന് ഉലമാക്കളായ മഹാന്മാരായ ഒരു സംഘം ആളുകൾ, ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബറയിൽ അന്ന് രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ അതാണ് ശരിയായ പ്രമാണം പഠിപ്പിക്കുന്ന ആദർശം. പക്ഷേ അതിൽ നിന്ന് മാറി പിന്നീട് ഇങ്ങനെ പലർക്കും
അപ്രമാദത്തിൽ ഏൽപ്പിക്കപ്പെടുകയും അവരെ കബറുകൾ ഇങ്ങനെ സന്ദർശിക്കപ്പെടുന്ന സിയാസി ചെയ്യപ്പെടുന്ന കേന്ദ്രമെന്ന മറവിൽ അവർ ഇസ്തിഹാസപ്പെടാനുള്ള ആരാധിക്കപ്പെടാനുള്ള കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ അവസാനം പോലും പോലും അറിയാത്ത ആരാണ് എന്താണെന്നറിയാത്ത ആളുകൾ പോലും ജാലമുണ്ടാവുകയും അങ്ങനെ മഹാന്മാർ മാത്രമല്ല ആരാണെന്നറിയാത്തവർ പോലും നേട്ടങ്ങൾ സമൂഹത്തിൽ നിന്ന് പോവുകയും രോഗശാന്തിക്കും ആരോഗ്യസന്താന സൗഭാഗ്യത്തിനും കടമ്പൂടിയായും ഉദ്ദേശശാസ്ത്ര സഫലീയത്തിനുമെല്ലാമായി അത്തരം കേന്ദ്രങ്ങളെ സമീപിക്കുന്നിടത്തേക്ക് മുസ്ലിം ഉമ്മത്തെത്തി. അതോടൊപ്പം മലക്കിനോട് ജിന്നിനോടെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യവും മുസ്ലിം ഉമ്മത്തിനുണ്ടായി. കുത്തുബിയത്തിന് കാണാം മലക്കുകളെയും ജിന്നുകളെയും ഹയത്തിലേക്ക് ഫാത്തിഹയെ പാർസലാക്കിയിട്ട് ആ ജിന്നുകളെ മഹാന്മാർ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും പരിചയപ്പെട്ടത് എന്ന് തുടങ്ങി മൈമൂനുകളുള്ള 15 പേരുകൾ കുത്തുബിയത്തിന്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ജിന്നുകൾപ്പെട്ട ഔലിയാക്കന്മാരായി സുലൈമാൻ നബി ഇസ്ലാമിന്റെ കൂടെ ബൈഅത്ത് ചെയ്തുകൂടിയ ജിന്ന് ഔലിയാക്കന്മാരായി അവരെ പേരുകളായി പരിചയപ്പെടുത്തുന്ന മനുഹബും ചന്ദ്രയാനും ഹസ്തസ്നഹക്രൂശം മുതൽ സൗദയും മൈമൂനമടക്കമുള്ള 15 പേരുകളെ കുത്തുബിയത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ ഈ ജിന്നുകളോട് തേടാൻ, ഈ ജിന്നുകളെ വിളിക്കാൻ, ഈ ജിന്നുകൾ ഔലിയാക്കന്മാരെന്ന് ആരാണ് കൂട്ടര് നമ്മളെ പഠിപ്പിച്ചത്? ജബീലിനെ തേട്ടം മൗലിക കിതാബിരിക്കാനാം, മീക്കായിലെ തേട്ടം മൗലിക കിതാബിരിക്കാനാം, ഇസ്രാഫീലിലെ തേട്ടം മൗലിക കിതാബിരിക്കാനാം, അജ്ബിയ മീക്കായിൽ, അജ്ബിയ ജബ്രായിൽ എന്ന് വിളിച്ചുകൊണ്ടുള്ള തേട്ടങ്ങൾ മൗലിക കിതാബുകളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. എല്ലാ പക്ഷപാതങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നാം ആലോചിക്കാറുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ, ഹദീസുകൾ പരിചയപ്പെടുത്തിയ, പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ, ലോകത്തിന് നിയോഗിക്കപ്പെട്ട അന്ത്യയാക്കിളക്കി മുമ്പോട്ട് വെച്ച ആവശ്യത്തിന് ഘടകവിരുദ്ധമാണ് ഇനിയെന്ന കാര്യത്തിന് യാതൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിന്റെ മാത്രമല്ല അടിസ്ഥാന തത്വം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിൽ ചില ആളുകൾ സമസ്തയുടെ പേരിലും അല്ലാതെ നമുക്ക് രംഗത്ത് വന്ന ചില മുസ്ലിയാക്കന്മാർ ഇതിനെ ദുർവ്യാഖ്യാനിക്കുകയും പ്രാർത്ഥന എന്നതിന് പുതിയ ചില അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ രണ്ടയാഹുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പേടിയാണ് പ്രാർത്ഥനയാകൂ എന്ന ഒരു മുടന്തൻ ന്യായം ലോകത്താർക്കും പരിചയമില്ലാത്ത മക്കളുടെ മുസ്ലിങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ഒരു പുതിയ വാദവുമായി രംഗത്ത് വരികയും അങ്ങനെ സ്വയം കഴിവുണ്ടുള്ള കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ ആരോട് തേടിയാലും അതൊന്നും ശിർക്കാവുകയില്ല, അതൊന്നും റബ്ബിൽ പരിചയിക്കാവുകയില്ല എന്ന മികലവാദവുമായി വന്ന് ഈ ശിർക്കുന്നങ്ങളെ ന്യായീകരിക്കാനാണ് അത്തരം ആളുകൾ ശ്രമിച്ചത്. കഴിഞ്ഞ ആഗസ്റ്റ് 20-ാം തീയതി മംഗലാപുരത്ത് വെച്ച് നടന്ന സദസ്സ് വേണം. അതിന്റെ സൗണ്ട് പോയി. കഴിഞ്ഞ ആഗസ്റ്റ് 20-ാം തീയതി മംഗലാപുരത്ത് വെച്ച് നടന്ന സുന്നൽ ജാഹിദ് വാനപ്പൈരായത്തിന് ഈ വിഭാഗം സമസ്തയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വന്ന അബൂബക്കർ ദാനിനെയും സലീം ഫൈസ് ഇർഫാനെയും അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ആ സംവാദവേദിയിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, മുഹീദ്ദീൻ ശൈഖ് മഹാനാണെന്ന് വിശ്വസിച്ചാൽ, മുഹീദ്ദീൻ ശൈഖ് സൃഷ്ടാവല്ല ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ആ മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് മുഹീദ്ദീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന് പ്രാർത്ഥിച്ചാലും അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല, അത് അപകടമല്ല, അത് കുഴപ്പമല്ല, ഒരു പ്രശ്നമില്ല എന്ന് എംപി അബൂബക്കർ ദാരിമി അവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ സുന്നികളായ സാധാരണക്കാര് പോലും നെറ്റിട്ട്
വിസ്തരിച്ചു വന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ, ഇലാഹാണെന്ന വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആരോട് തേടിയാലും മഹാനാണെന്ന വിശ്വാസമാണ് എങ്കിൽ ശിർക്കല്ല, അപകടമല്ല എന്ന പുതിയ വാദവുമായി വന്നപ്പോൾ അവർക്ക് പറയേണ്ടി വന്ന അപകടം പിടിച്ച വാദമായ യഥാർത്ഥത്തിൽ അത് നമ്മൾ ആലോചിക്കുക അതിഗുരുതരമായ അപകടത്തിലേക്കാണ് മുസ്ലിം ഉമ്മത്തിനെ ഇത്തരം ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുഹിദ്ദീൻ ശൈഖാവട്ടെ, ഇഫായി ശൈഖാവട്ടെ, ജിന്നാകട്ടെ, മലക്കാവട്ടെ, ഒരാളും പ്രാർത്ഥന അർഹിക്കുന്നില്ല, സഹായാർത്ഥം അർഹിക്കുന്നില്ല. അതവർ കേൾക്കുന്നവർ അല്ല, ഉത്തരം ചെയ്യുന്നവർ അല്ല. ഉത്തരം ചെയ്യുന്നവരും പ്രാർത്ഥന കേൾക്കുന്നവരും റഹ്മാനായ റബ്ബ് മാത്രമാണ്. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് അല്ലാഹുവിനെ കുറിച്ച് ആളുകൾക്ക് പരിചയപ്പെടുത്തിയത്? എന്ന പരാമർശം അല്ലാഹുവിനെ കുറിച്ച് എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്? അതിനെ മറികടന്നുകൊണ്ട് റബ്ബല്ലാത്തവർ ദുആ കേൾക്കുമെന്ന ചില പുതിയ വാദങ്ങൾ കൂടി നമ്മുടെ നാടുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ ഏതാനും അടുത്ത കാലങ്ങളിൽ വരെ ഉണ്ടായിരുന്ന ചില ആളുകൾ പിന്നീട് പല കാരണങ്ങളാൽ പ്രസ്ഥാന വീതിയിൽ നിന്ന് മാറിപ്പോയി പുതിയ ചില ആദർശ തലങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ അവർക്ക് എത്തിപ്പെടേണ്ടി വന്ന ഗൗരവകരമായ വാദങ്ങളാണ് യഥാർത്ഥത്തിൽ. അതും അഭൗതികമായി സഹായിക്കുവാനും അഭൗതികമായി കാണുവാനും അഭൗതികമായി കേൾക്കുവാനും അഭൗതികമായി അറിയുവാനുമെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന പ്രമാണങ്ങൾ അധ്യാപനത്തെ മറികടന്നുകൊണ്ട് ജിന്നും മലക്കുമെല്ലാം അഭൗതികമാണ് എന്ന വാദവുമായി ഇടവെള്ളിയുണ്ടായ അബ്ദുസ്സലാം സ്വല്ലമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നുകൂടി കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സമീഅാണ്, ബസീറാണ്, അലീമാണ്, ഖദീറാണെന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ സമാനമായ പദപ്രയോഗങ്ങൾ അല്ലാഹു തആല മനുഷ്യനെ കുറിച്ചും പരാമർശിച്ചത് കാണാം. അത് റഹ്മാനായ റബ്ബിനെ കുറിച്ച് പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഅ് വഹുവ സമീഉൽ ബസീർ. സൂറത്തുൽ ശൂറ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവരാണ്, അവനെല്ലാം കാണുന്നവരാണ്, അവൻ സമീഅാണ്, ബസീറാണ്, അവനെ പോലെ ഒന്നുമില്ല. എല്ലാ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യൻ സമീഉൻ ബസീറുമാണ് എന്ന്. ഇന്നാ ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജ് നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ സമീഉൻ ബസീറുമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പരാമർശിക്കുന്നു. അല്ലാഹു സമീഉൻ ബസീറുമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അവർ തന്നെ പ്രത്യേകം ഊന്നി പറയുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ അതൊന്നുമില്ല. എങ്കിൽ പിന്നെ എവിടെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്? ചിലർ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ കേൾവിയും അല്ലാഹുവിന്റെ കാഴ്ചയും സ്വയം ഉണ്ടായതാണ്, അല്ലാത്തവരെല്ലാം അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് ഇവർക്കും സ്വയമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അല്ലാഹുവിനെ പോലെയായി ശിർക്കായി, അല്ലെങ്കിലോ ശിർക്ക് വരുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ മക്കത്ത് അബൂജഹല് മുശ്രിക്കല്ല എന്ന് പറയേണ്ടി വരും. യാത്രയും ഉസയും ഒക്കെ സ്വയം കാഴ്ചയുള്ളവരും സ്വയം കേൾവിയുള്ളവരും സ്വയം അറിവുള്ളവരും സ്വയം കഴിവുള്ളവരുമാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകൾ പോലും ബാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ശിർക്കായെങ്കിൽ അതല്ല മാനദണ്ഡം എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാം. പിന്നെന്താ മാനദണ്ഡം? റഹ്മാനായ റബ്ബിന്റെ സംഭവം ബസറുപ്പെല്ലാം അല്ലാഹു ദുനിയാവിൽ നിശ്ചയിച്ച സംവിധാനങ്ങൾക്കതീതമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമാണ്. സബുൽ മുസബ്ബബാത്ത് എന്ന് പറയുന്ന സംവിധാനങ്ങൾക്ക് അപ്പുറത്താണ്. ബാക്കി എല്ലാ സൃഷ്ടികളും സബുൽ മുസബ്ബബാത്ത് എന്ന തത്വമീകരിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധമല്ല വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ആരൊക്കെയാണ് നിയമിക്കുന്നത്. റഹ്മാനായ റബ്ബിനാവട്ടെ സബബ് ആവശ്യമില്ല. സബബുകൾക്കതീതമായി വ്യവസ്ഥകൾക്കതീതമായി പദാർത്ഥാതീതമായി കാര്യങ്ങളെല്ലാം അറിയാനും കേൾക്കാനും ഇടപെടാനും സഹായിക്കാനും എല്ലാം കഴിയുന്നവൻ റഹ്മാനായ റബ്ബ് മാത്രം. എന്നാൽ ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് കാര്യകാലബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് അബ്ദുസ്സലാം സ്വല്ലമി ഒരു പുതിയ വാദവുമായി 2000 തുടക്കത്തിൽ മുന്നോട്ട് വന്നപ്പോൾ തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടിയ ചില ആളുകൾ ആ വാദത്തെ ന്യായീകരിക്കുകയും അങ്ങനെ ജിന്നും മലക്കും അഭൗതികമാണെന്ന് വിശ്വസിക്കാമെന്ന് പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ജിന്നുകളും മലക്കുകളും മനുഷ്യരെ കാണുമെന്നോ മനുഷ്യ ശബ്ദം കേൾക്കുമെന്നോ മനുഷ്യരെ സഹായിക്കുമെന്നോ മനുഷ്യരെ ഉപയോഗിക്കുമെന്നോ പോലും വിശ്വസിക്കുന്നത് പോലും പ്രമാണവിരുദ്ധമാണ് എന്ന ആശയം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം എഴുതി വെച്ചു, അദ്ദേഹത്തിന്റെ
തൗഹീദും നവയാഥാസ്ഥിക വ്യതിയാനവും എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചു, ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യനെ സഹായിക്കാനാകുമെന്ന് വല്ലവരും വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കും കുഫ്റുമായിത്തീരുന്നു. അപ്പോൾ ജിന്നുകൾ മനുഷ്യനെ ഉപദ്രവിക്കുമെന്നോ മലക്കുകൾ മനുഷ്യനെ സഹായിച്ചേക്കാമെന്നോ ഒരാൾ വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം ശിർക്കാണ് എന്ന് എഴുതി വെക്കുക വഴി സഹീഹായ ധാരാളം ഹദീസുകളെ തള്ളിക്കളയേണ്ടി വന്നു. കാരണം സിഹ്ർ ചെയ്യുന്ന സാഹിറിനെ പിശാച് സഹായിക്കുമെന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. സിഹ്റിലൂടെ സിഹ്ർ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഉപദ്രവമുണ്ടാകുമെന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. അതേപോലെ പൈശാചികമായ ബാധകൾ ഖുർആൻ തന്നെ പരാമർശിച്ചതാണ്. അതൊക്കെയും ഈ തത്വപ്രകാരം ശിർക്കായി മാറിയപ്പോൾ സിഹർ യാഥാർത്ഥ്യമില്ലെന്നും കണ്ണേർ യാഥാർത്ഥ്യമില്ലെന്നും ജിന്നുബാധ പിശാചുബാധ യാഥാർത്ഥ്യമില്ലെന്നുമൊക്കെ അവർക്ക് വാദിക്കേണ്ടി വന്നു. ഫലമുണ്ടായി സഹീഹായ ധാരാളം ഹദീസുകളെ നിഷ്കരണം തള്ളിക്കളയുന്ന ഗതികേട് അവർക്കുണ്ടായി. തള്ളേണ്ടതില്ല എന്നും ഇത് ശരിയല്ല എന്നും പഠിപ്പിച്ചവരെ അന്നവർ ജിന്നൂരി എന്നും ജിന്നുവാദി എന്നുമൊക്കെ പേരിട്ട് വിളിക്കുകയും നിങ്ങൾക്ക് ശിർക്കിലാണ് എന്ന് അന്നിങ്ങോട്ട് ആക്ഷേപിക്കുകയും ചെയ്തെങ്കിലും മുജാഹിദുകൾ അതിശക്തമായി കൃത്യമായി മറുപടി നൽകുകയും ഹദീസുകളോട് ഉദ്ധരിച്ചുകൊണ്ട് ആ ഹദീസുകൾക്ക് മുൻഗാമികളായ സാലിഹീങ്ങളായ ആലിമീങ്ങൾ എന്താണ് വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയത് ആ വ്യാഖ്യാനം കൃത്യമായി വായിച്ചു കൊടുത്തുകൊണ്ട് കൃത്യമായി തൗഹീദ് പഠിപ്പിച്ചപ്പോൾ അവർ പത്തിമറിക്കുകയും അവർ മാർച്ചു വിളിക്കുകയും അവർക്ക് പ്രവർത്തിക്കാനാവാത്ത വിധം അവന് പൊതുസമൂഹത്തിൽ നിന്ന് മാറിയിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വേറെ ചില ആളുകൾ അത് ഏറ്റെടുത്തത്. KKP അബ്ദുള്ളയെ പോലെയുള്ള ചില ആളുകൾ ഹരിശ്ചേരിനെപ്പോലുള്ള ചിലർ ആ വഴി പിന്നീട് കടമെടുത്ത അൻസ്മോനെയും അനീഫ്കായക്കൊടിയും അബ്ദുല്ലാസുന്നനെയും അടക്കമുള്ള ചില ആളുകൾ പിന്നീട് ആ വഴിയിലേക്ക് വഴിമാറിപ്പോവുകയും അങ്ങനെ ജിന്നും മലക്കും അഭൗതികം തന്നെയാണ് എന്ന് അവരും ഏറ്റുപറയുകയും അതുവഴി പലതിനെയും ശിർക്കായി വ്യാഖ്യാനിക്കുകയും ചെയ്യപ്പെടുന്ന ഗതികേട് അവർക്കുണ്ടായി. പക്ഷേ ആ ജാല്യത മറച്ചുവെക്കാൻ, ആ നിന്ദത മറച്ചുവെക്കാൻ മുജാഹിദുകളുടെ പേരിൽ ഇങ്ങോട്ട് ശിർക്കാരോപിക്കുകയും മുജാഹിദുകളിൽപ്പെട്ട പലരും ശിർക്കിന്റെ ആളുകളായി ജിന്നിനോട് തേടുന്നവരായി ജിന്നിന്റെ ആളുകളായി അവർ പ്രചരിപ്പിക്കുകയും ചെയ്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ആ അപകടം പിടിച്ച വാദം ഏറ്റെടുത്തപ്പോൾ ജിന്നുകൾക്കും അഭൗതികമാണ് എന്ന വാദം ഏറ്റെടുത്തപ്പോൾ അവരുടെ സഹായങ്ങൾ അഭൗതികമാണ് എന്ന വാദവുമായി ഒത്തുവന്നപ്പോൾ അവർക്ക് പലതും പലയിടത്തും പറയേണ്ടി വന്നു. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ എന്ന പ്രദേശത്ത് വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമിൽ ബഹുമാന്യനായ ഹനീഫ് കായക്കൊടിയും നാസസുന്നയും ഈ ചോദ്യത്തിന് മറുപടി പറയവേ അവർക്ക് പറയേണ്ടി വന്നു, അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുമെന്ന്, ജിന്നും മലക്കും ദുആ കേൾക്കുമെന്ന് അവർക്ക് പറയേണ്ടി വന്നു. എന്തുകൊണ്ട്? അവരെല്ലാം അഭൗതികമായവരാണെന്നും അഭൗതിക കഴിവുള്ളവരാണ് എന്നും അവരുടെ കാഴ്ചയും കേൾവിയും സഹായവുമെല്ലാം അഭൗതികമാണ് എന്നും പറയുമ്പോൾ തീർച്ചയായും അഭൗതികമായ കേൾവി, അഭൗതികമായ കാഴ്ച, അഭൗതികമായ അറിവ് റഹ്മാനായ റബ്ബിന് പുറമെ ജിന്നുകൾക്കുമുണ്ടെന്ന് മലക്കുകൾക്കുമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നപ്പോൾ പിന്നെ ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രമല്ലാതായി മാറി. സമീഉ ദുആ എന്ന റബ്ബിന്റെ വിശേഷണം ജിന്നുകൾക്ക് കൂടി വകവെച്ചു കൊടുത്തു, മലക്കിന് കൂടി വകവെച്ചു കൊടുത്തു. അത് പ്രസംഗിക്കുക മാത്രമല്ല നോട്ടീസായി പുറത്തിറങ്ങുകയും ചെയ്തു. KNM പേരിൽ രാജ്യമായി ഇറക്കിയ ഒരു നോട്ടീസ് KNM ആവശ്യ വിശദീകരണം എന്ന പേരിൽ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഹനീഫ് കായക്കൊടിയുടെ ഒരു പ്രവാസവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ചെറിയ ലഘുലേഖയാണിത്. ഇതിന് മുജാഹിദായ നമ്മൾക്കുള്ള പുതിയ പുതിയ വാദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാദങ്ങളെ കെട്ടി ആലോചിച്ചു വെച്ച കൂട്ടത്തിന് അവസാനം പറയുകയാണ് ഒരുപാട് പുതിയ വാദങ്ങളുമായി വന്നു എന്ന് പറഞ്ഞിട്ട് ആനകളെയും നായകളെയും ഉപയോഗപ്പെടുത്തിയ പോലെ മനുഷ്യരെ സംബന്ധിച്ച് അഭൗതികമായ ജിന്നുകളെയും ഉപയോഗപ്പെടുത്താമെന്ന് വാദിച്ചു നോക്കി. എല്ലാം പരാജയപ്പെട്ടപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം പരാജയപ്പെട്ടപ്പോൾ പുതിയ വാദം അവതരിപ്പിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല. പുതിയ വാദം അവതരിപ്പിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല. അഥവാ അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുകയില്ല എന്നുള്ളത് നമ്മളൊക്കെ കൂടെ പറഞ്ഞ പുതിയ വാദമായി
കുറ്റനിവാരണമായി പ്രസംഗിക്കുകയും അത് നോട്ടീസാക്കി പുറത്തിറക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ ചെന്നുപെട്ട ദുരന്തം അപകടം പിടിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യമായി. എന്നിട്ട് ആ ജാള്യത മറക്കാൻ, ആ ഒരു നിന്ദ മറച്ചു വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് ആക്ഷേപിച്ച് ഇങ്ങോട്ട് ആരോപിച്ച് ജ്ഞാനിയാശ്രാത്തും അതേപോലെ സമാനമായ സംഗതികളും എടുത്തിട്ടുകൊണ്ട് ഇവര് ജ്ഞാനിയാശ്രാത്തിലേക്ക് ക്ഷണിക്കുന്നത്, ജ്ഞാനിയാശ്രാത്ത് ശിർക്കെന്നല്ല പറയുന്നത്, ജ്ഞാനിയാശ്രാത്തെ പോലുള്ള വിദേഹത്തിന്റെയും ശിർക്കിന്റെയും വശങ്ങളിലേക്കാണ് സമുദായത്തെ തിരിച്ചു വയ്ക്കുകയെന്ന ആരോപണവുമായി രംഗത്തിറങ്ങിയെന്ന് മാത്രം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മംഗലാപുരം സമ്മാനത്തിൽ സമസ്ത മുസ്ലിയാക്കന്മാരെ മുമ്പിൽ വെച്ച് ഔദ്യോഗികമായി മുജാഹിദുകൾ പ്രഖ്യാപിച്ചു, നിങ്ങളുടെ ജ്ഞാനിയാശ്രാത്ത് ശിർക്ക് തന്നെ എന്ന് ആവർത്തിച്ചു വന്നപ്പോൾ അവര് പോലും ഖണ്ഡിക്കാൻ സന്നദ്ധമാകാതെ മൗനം പാലിച്ചത നമ്മൾ കണ്ടത്. എന്നിട്ടാണ് ഇങ്ങോട്ട് ആരോപിക്കുന്നത് നമ്മൾ ജ്ഞാനിയാശ്രാത്തിന്റെ ആളുകളായി, നമ്മൾ ജിന്നിന്റെ ആളുകളായി, മരിച്ചവർ കാണുമെന്നും കേൾക്കുമെന്നും പറയുന്നവരായി അല്ലാഹുവിന്റെ ഖബറിൽ ചെന്നിട്ട് നബിയെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് വാദിക്കുന്നവരാണ്. തുടങ്ങിയ ഒരുപാട് ആരോപണവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് സഹായം എത്തിക്കാൻ, നമുക്ക് ഇസ്തിഗാസ ചെയ്യാൻ ഒരേ സത്താവ് മാത്രം, അത് ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ലാഹു മതി, വനിഅ്മൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ ആ അല്ലാഹു ആണ് എന്ന പ്രഖ്യാപനം നെഞ്ചേറ്റിക്കൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർപ്പിക്കുന്നു, അഥവാ പ്രാർത്ഥിക്കുന്നു. അത് ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഇന്നമാ അദ്ഉ റബ്ബി, നിശ്ചയമായി ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്, വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിന് പുറമെ മറ്റുള്ളവരോട് ദുആ ചെയ്തുകൊണ്ട് റബ്ബല്ലാത്ത ഒരാളെയും ആ റബ്ബിൽ പങ്കു ചേർക്കയില്ല എന്ന പ്രഖ്യാപനം നമുക്ക് തീർക്കാൻ കഴിയാം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ജിന്നും പാടില്ല, ഒരു മലക്കും പാടില്ല. അത് ഹയ്യായ ജിന്നാണെങ്കിലും ഹാജറായ ജിന്നാണെങ്കിലും ഗായിബായ ജിന്നാണെങ്കിലും മയ്യിത്തായ ജിന്നാണെങ്കിലും അത് പുഴക്കടവിലാണെങ്കിലും അത് കരയിലാണെങ്കിലും അത് കടലിലാണെങ്കിലും അത് വിജനപ്രദേശമാണെങ്കിലും ജലപ്രദേശമാണെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ തേട്ടങ്ങളെല്ലാം അഴിമുമ്പിലാത്ത സുദൂറായ അഹ്ലാനായ റബ്ബിനോട് അത് എന്ന് റബ്ബിനെ കുറിച്ച് പരാമർശിച്ചെങ്കിൽ ആ റബ്ബിലേക്ക് മാത്രം നമ്മുടെ തേട്ടങ്ങൾ, ആ റബ്ബിനോട് മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ, ആ റബ്ബിനോട് മാത്രം നമ്മുടെ ഇസ്തിഗാസകൾ, അല്ലാത്ത ഒറ്റ സൃഷ്ടിയോട് ഒറ്റ പടപ്പിനോട് എല്ലാം എന്റെ ജീവൻ നഷ്ടമായാലും തേടുന്ന പ്രശ്നമില്ല, പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി നാടും വീടും കുടുംബവും പോലും ത്യജിക്കേണ്ടി വന്നെങ്കിൽ അതിനും സന്നദ്ധരായ മുജാഹിദുകൾ പിന്നെ ജിന്നിനോട് തേടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമസ്ത മുസ്ലിയാക്കന്മാരെ പോലും സുന്നി മുസ്ലിയാക്കന്മാരെ പോലും കുമൂരികളായ ആളുകൾ പോലും അത് വിശ്വസിക്കില്ല എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ആരോപണമായി നടക്കട്ടെ, റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് തീരുമാനിക്കാമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് ആ റബ്ബിലേക്ക് എല്ലാം തവക്കുലാക്കി, ആ റബ്ബിനോട് മാത്രം തേടി, ആ റബ്ബിനെ മാത്രം പരമേൽപ്പിച്ച്, ആ റബ്ബിനോട് മാത്രം സഹായമർപ്പിച്ച്, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് മുത്തഖീകളായി മുവഹ്ഹിദുകളായി ജീവിക്കാൻ നാം ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന പാത്രയോടെ തൽക്കാലം ഈ വിഷയാവലം നമ്മിവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള സെഷനിൽ ചോദ്യോത്തര മേളകളാണ്. നേരത്തെ ആമുഖ ഭാഷത്തിൽ അധ്യക്ഷൻ മോഡറേറ്റർ സൂചിപ്പിച്ചതും സ്വാഗത ഭാഷണം സൂചിപ്പിച്ചതും പോലെ ദീന് പഠിക്കാൻ, വിഷയം പഠിക്കാനുള്ള ഇഖ്ലാസോടുകൂടിയുള്ള ആത്മാർത്ഥയോടുകൂടിയുള്ള ചോദ്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ പരാജയപ്പെടുത്താനും തോൽപ്പിക്കാനും ജയിക്കാനുമുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആ താല്പര്യമില്ല. മറിച്ച് ഒരു വിഷയമുണ്ടായപ്പോൾ ആ വിഷയത്തിൽ ദീനിന്റെ കാഴ്ചപ്പാടെന്ത്, പ്രധാനമെന്ത് പറയുന്നു, ആയത്തിൽ എന്തുണ്ട്, ഹദീസിൽ എന്തുണ്ട്, അത് മുൻഗാമിയായ അയിമ്മത്ത് എന്ത് വ്യാഖ്യാനമാണ് നൽകിയത് എന്ന് തുടങ്ങി ദീന് ചോദിച്ചറിഞ്ഞ് അറിയാനും പഠിക്കാനുമുള്ള നീയത്തോടുകൂടി
എല്ലാവരും മുന്നോട്ട് വരിക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമല്ല, ഈ വിഷയത്തിൽ ഊന്നിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മേഖലകളെ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ ചോദ്യങ്ങളാകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചോദ്യമെന്നോ എന്ന് നമ്മൾ നിയമങ്ങളില്ല. ആർക്കും ചോദിക്കാം, എത്രയും ചോദിക്കാം. ചോദിച്ചാൽ ഉത്തരം കിട്ടി ക്ലിയർ ആയെങ്കിൽ അടുത്ത ആൾക്ക് കൈമാറുക. ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം, പിന്നെയും വേണോ, പിന്നെയും ചോദിക്കാം, പിന്നെയും വേണോ, പിന്നെയും ചോദിക്കാം. അതേസമയം തന്റെ പുറകിലും ചോദിക്കാൻ മറ്റാളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുക. ഇല്ലെങ്കിലോ പ്രോഗ്രാം അവസാനിക്കുന്നതുവരെ സംഘാടകർ എത്ര സമയമാണോ നിശ്ചയിക്കുന്നത് ആ സമയം തീരുന്നത് വരെ ആ ഒരാൾക്ക് തന്നെ ചോദ്യങ്ങൾ ആവർത്തിക്കാം. പുറകിൽ ആളുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുക. അവരുടെ ചാൻസ് കഴിഞ്ഞ് അവരുടെ സംശയം തീർന്ന് പിന്നെ പുറകിൽ ആളില്ല ഒഴിവാണെങ്കിൽ ആദ്യം ചോദിച്ചവർക്ക് വീണ്ടും ചോദിക്കാം എന്ന് ഓരോ സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ കൂടി എല്ലാവരും തയ്യാറായി സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അല്ലാഹുവായ റബ്ബ് അവന്റെ ദീന് ശരിയാം വിധം പറയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം